بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وبعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ നഹ്വ് തത്ബീഖിയുടെ ക്ലാസ് വിവിധ പാഠങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നമ്മൾ ഒരു വലിയ യാത്ര നടത്തുകയാണല്ലോ. യാത്രക്കിടയിൽ ഒരുപാട് കാഴ്ചകളുണ്ടാവും. ആ കാഴ്ചകളാണ് നമ്മുടെ ഓരോ പാഠങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിൽ പരമാവധി നമ്മൾ കാണേണ്ടതൊക്കെ കാണുകയും ഉൾക്കൊള്ളേണ്ടതൊക്കെ ഉൾക്കൊള്ളുകയും പഠിക്കേണ്ടതൊക്കെ പഠിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. യാത്രയിൽ ഉറങ്ങുന്നവരുണ്ടാവും. അവർ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അവർക്ക് ഒന്നും പറയാനുണ്ടാവില്ല. അവരുടെ യാത്രയുടെ അനുഭൂതി അവരാസ്വദിച്ചിട്ടുണ്ടാവില്ല. അവർക്ക് വേണമെങ്കിൽ വീട്ടിൽ കടന്നുറങ്ങായിരുന്നു. അപ്പോൾ ഓരോ പാഠവും നിങ്ങൾ ഓരോ ദിവസവും കൃത്യമായി പഠിക്കുന്നു, പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുന്നു. ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാകുമ്പോഴേ നമുക്ക് നമ്മളുടെ ഈ പ്രയത്നം ഫലവത്താവുകയുള്ളൂ എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത പാഠത്തിലേക്ക് വരുന്നു. കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അല്ലേ? അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നമ്മൾ പുതിയൊരു പാഠത്തിൻ്റെ ആമുഖത്തിലാണ് എന്ന് പറയാം. ഞാൻ നിങ്ങളെ ബോർഡിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് ആ ഭാഗം ഓർമ്മയുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. കഴിഞ്ഞ ക്ലാസ്സല്ല, ഇങ്ങനൊരു പിക്ചർ നിങ്ങൾ ഏത് പാഠത്തിലാണ് പഠിച്ചത്? യെസ്, എന്തായിരുന്നു ഇത്? നിങ്ങൾക്കറിയാം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ഗെയിമൊക്കെ നൽകിയത് അല്ലേ? എന്നിട്ട് മത്സരാർത്ഥിയെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. ഇതെന്താണ് സംഭവം? അതെ, മുളാരിയായ ഫീലിന് ജസ്മ് ചെയ്യുന്ന അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ഏതൊക്കെയാണത്? ലമ്മ്, ല, ല അന്നാഹിയ, ഇൻ. ഇതാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഇന്നിനൊരു പ്രത്യേകതയുണ്ട് എന്നും ആ പ്രത്യേകത എന്താണ് എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. അതുകൊണ്ട് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു തുടർച്ചയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, ജസ്മ് ചെയ്യാൻ വേറെയും അക്ഷരങ്ങളുണ്ട്, പിന്നീട് വരുമെന്ന്. ചെറിയ കുട്ടികളാവുമ്പോൾ എല്ലാം ഒന്നിച്ച് ഉള്ളിലേക്കാക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ പാഠപുസ്തകത്തിൽ തന്നെ 2 ഭാഗമായി കൊടുത്തത്. ഏതായിരുന്നാലും ഇത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു എന്നേ ഉള്ളൂ. ഞാനതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല, നിങ്ങൾക്കറിയാം. നമ്മളത് എഴുതുകയും പഠിക്കുകയും അതനുസരിച്ച് നമ്മൾ ചെറു ടെസ്റ്റിന് വിധേയമാവുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ എന്താണത്? ഇത് പോയ അപ്രത്യക്ഷമായത് പിന്നീട് വരും ഇൻഷാ അല്ലാഹ്. ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന പാഠത്തിലേക്കുള്ളൊരു സൂചനയാണിത്. ആ പാഠം ഇൻഷാ അല്ലാഹ് നമ്മൾ സാധാരണത്തെ പോലെ തന്നെ വിഷയം പറഞ്ഞിട്ട് പാഠം പറയുന്നു, ഉദാഹരണം പറഞ്ഞിട്ട് പാഠത്തിലേക്ക് കടന്നു വരും. പക്ഷെ നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. മുളാരിയായ ഫീലിന് ജസ്മ് ചെയ്യുന്ന അക്ഷരങ്ങൾ ഇനിയും ഏതൊക്കെയോ നമ്മൾ പഠിക്കാനുണ്ട്. കുറേ പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് ഒരു ഫുട്ബോളൊക്കെ നമുക്ക് കളിച്ചിട്ടൊക്കെ പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യെസ്, നോക്കുക. ഇതെന്താണ്? മുളാരിയായ ഫീലാണ്. നേരത്തെ പറഞ്ഞ ഒരു മുളാരിയായ ഫീൽ. മുളാരിയായ ഫീലിക്ക് എന്താ ഇറാബ്? റഫ് ആണ്. എപ്പോഴാണ് മുളാരിയായ ഫീലിക്ക് റഫ് കിട്ടുക? ആർക്ക് പറയാൻ സാധിക്കും? യെസ്, എപ്പോഴാണ് കിട്ടുക? ഓക്കെ, അതിന് മുമ്പിൽ വേറൊരു ആമിൽ ഇല്ലാതിരിക്കണം അല്ലേ? മുളാരിയായ ഫീൽ മുറബല്ലേ? 2 രൂപം മാത്രമാണ്, അതിൽ 14 2 രൂപം മാത്രമാണ് നമ്മൾ മുളാരിയായ ഫീലിൽ മബിനി എന്ന് പറഞ്ഞിരുന്നത്. അത് ഓർമ്മയില്ലേ? ഓർമ്മയുണ്ടാവണം. വേറെയും നൂന് തയ്ക്കുന്ന നൂന് ചേരുമ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ ഇവിടെ പറയുന്നില്ല. മുളാരിയായ ഫീലിക്ക് റഫ് ആണ്. റഫ് ചെയ്തത് അതിനപ്പുറത്ത് ആരുമില്ല അല്ലെ? ശൂന്യതയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഓക്കെ, മുളാരിയായ ഫീലാണ്, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇവിടെ എന്ത് വന്നു അറിയോ? നോക്കൂ, നിങ്ങൾ അവിടെ അപ്പുറത്ത് ലമ്മ വന്നല്ലോ. ലമ്മ വന്നപ്പോൾ എന്ത് ചെയ്തു? മുളാരിയായ ഫീലിക്ക് ജസ്മ് ചെയ്തു. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ലം, ലാ, പിന്നെ അപ്രത്യക്ഷമായൊന്നുണ്ട് ഇന്ന്, അത് വേറെ കാറ്റഗറി. 2 മുളാരിയായ ഫീലിക്ക് ജസ്മ് ചെയ്ത് നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. അതിലേക്ക് ഒന്നുകൂടി കടന്നു വരുന്നു ലം. അപ്പം ലമ്മന്നെ എന്ന് ഓർത്താൽ മതി, ഒരു അലിഫം കെട്ടിട്ട് നീട്ടിയാൽ മതി, മീമിന് ശബ്ദം കൊടുത്താൽ മതി, ലമ്മ. പക്ഷെ മറ്റൊരു ലമ്മയുണ്ട് നമ്മൾ ഇതുവരെ പഠിച്ച അപ്പോൾ എന്നർത്ഥം. ഇതല്ല, ഇത് ലമ്മിൻ്റെ അർത്ഥം തന്നെയാണ്.
നഫി ചെയ്യുന്നു. ലം ജസ്മ ചെയ്യുമല്ലോ, ലം യഫ്അൽ. അപ്പം എന്താണ് അതിൻ്റെ പ്രത്യേകത? ലം യഫ്അൽ ഈസ് ഈക്വൽ ടു മാ ഫഅല അല്ലേ, അവൻ ചെയ്തില്ല എന്ന് നമ്മൾ പഠിച്ചു. മാളിയാവും മുലാരിൻ്റെ അർത്ഥം, ഇതും അത് തന്നെയാണ്. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ലമ്മ തദ്റുസ് അതൊരു സ്ട്രക്ചറിൽ വരുമ്പോൾ നീ പഠിച്ചപ്പോൾ എന്ന് നിങ്ങൾ അർത്ഥം വെക്കണ്ട, അങ്ങനെ അർത്ഥം ഉണ്ടാവും, പക്ഷേ ഇതല്ല. അതിന് സന്ദർഭത്തിൽ തന്നെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഞാൻ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും ചെറിയ ഉദാഹരണം എടുത്തത് കൊണ്ടാണ്, സെൻറ്റൻസിൽ അപ്ലൈ ചെയ്തിട്ടില്ല. ലമ്മ തദ്റുസ്, ലം തദ്റുസ്, നീ പഠിച്ചില്ല. പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട്, ഇൻഷാ അല്ലാഹ് ഞാനത് പറഞ്ഞു തരും. ഏതായാലും ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, തദ്റുസ് എന്ന മുലാരി ആയിഫിനിക്ക് ജസ്മ് ചെയ്തു എപ്പോൾ? ലമ്മ വന്നപ്പോഴാണ് ജസ്മ് ചെയ്തത്. ലമ്മ ജസ്മ് ചെയ്യും, ഒരു മുലാരീന് മാത്രമേ ജസ്മ് ചെയ്യുള്ളൂ. ഇനി ഒന്നും കൂടി നമ്മൾ പഠിക്കേണ്ടത്, ഇതാ ലമ്മ നഫിയാണ്. അപ്പം ലമ്മ നഫി അല്ലാത്ത ലമ്മയും ഉണ്ട്, ലമ്മ പോലെ തന്നെ നഫിയാണ്. വേറൊരു മുലാരി ആയിഫിൽ പറയുന്നു, സെയിം മുലാരി ആയിഫിൽ എന്നെ തദ്റുസു, നീ പഠിക്കുന്നു അല്ലെങ്കിൽ അവൾ പഠിക്കുന്നു, എന്തായാലും കുഴപ്പമില്ല. ലി, അത് നിങ്ങൾ പഠിച്ചു പോയതാണ്. എവിടെ അത് പഠിച്ചു? ലി, കസ്റാക്കപ്പെട്ട ലാമ് മുലാരി ആയിഫിലിൻ്റെ മുമ്പിൽ വന്നാൽ അന്നമർ നസ്ബ് ചെയ്യുക, അന്നമർ നസ്ബ് ചെയ്യും. പക്ഷെ അതെപ്പോഴാണ്? അത് നമ്മൾ പറഞ്ഞു ലി അൻ തദ്റുസ, അത് ചെയ്യും. അത് തൈലീലിൻ്റെ ലാമാവണം അല്ലേ. ജുഹൂദിൻ്റെ ലാമാകുമ്പോൾ അതിനു മുമ്പ് നഫി ചെയ്യപ്പെട്ട കാനുണ്ടാവും, അത് ലാമുണ്ട്. അതിൽ ഈ തദ്റുസ എന്ന് എഴുതിയത് ശരിയാണ്, പക്ഷെ ഒരു സ്ട്രക്ചറിലാവുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. ഇത് ആ ലാമല്ല, ഇത് കസ്റാക്കപ്പെട്ട ലാമാണ്. ഏത് ലാമാണത്? ലി തദ്റുസ്. യെസ്, ലിയദ്റുസ്, ലിയദ്റുസാ, ലിയദ്റുസു, ലിതദ്റുസ്. എവിടെ നിങ്ങൾ പഠിച്ചത്? മീസാനിൽ. ഓക്കെ, അമ്രിൽ പഠിച്ചു അല്ലേ. അമ്ര രണ്ട് വിധമുണ്ട്, അമ്ര ഗായിബ്, അമ്ര ഹാദിർ. നമ്മൾ അമ്ര ഗായിബിൽ പഠിച്ച ലാമാണ് ഇത്. അതിന് അമ്രും ബില്ലാം എന്നും പറയാം. അത് ഗായിബിൽ മാത്രമല്ല ഹാദിറിലും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഉപയോഗം ഒരു പക്ഷേ അത്ര ഉണ്ടാവില്ല. എന്നാൽ ഹാദിറിൽ മാത്രമാണ് അമ്രും ബിസ്സീഗ നമ്മൾ പഠിച്ച അമ്രു ഹാദിർ ഉദ്റുസ്, ഉദ്റുസ, ഉദ്റുസു എന്നത്. സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ, കൺഫ്യൂഷനിലുള്ള വിട്ടളി. അപ്പോൾ ചുരുക്കത്തിൽ അമ്രിൻ്റെ ലാമ് ഇതാണത്. അമ്രിൻ്റെ ലാമ് അമ്രാൻ, അമ്ര ഗായിബ് എന്ന് നമ്മൾ പഠിച്ചപ്പോഴൊക്കെ എന്ത് ചെയ്തത്? പിന്നെ നമ്മൾ ഇഫൽ എന്ന് പറഞ്ഞു, ലിതഫൽ നമ്മൾ സർഫാക്കിയില്ല. വേണമെങ്കിൽ ആക്കൊക്കെ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ലിതദ്റുസ്, അവൾ പഠിക്കട്ടെ, അവളോട് പഠിക്കാൻ പറയാം. ലിയഫ്അൽ, അവൻ ചെയ്യട്ടെ. ആ ഉദാഹരണങ്ങളൊക്കെ അറബിയിൽ ഉപയോഗിക്കും. ലിതദ്റുസ്, നീ പഠിക്ക്. ഉദ്റുസ് എന്നതിന് ലിതദ്റുസ് എന്ന് വേണമെങ്കിൽ പറയാം, നീ പഠിക്ക്. അപ്പം നീ പഠിക്കെന്ന് പറഞ്ഞ ചുരുക്കത്തിൽ അമ്രിൻ്റെ ലാമ് കസ്റാക്കപ്പെട്ട അമ്രിൻ്റെ ലാമും ലമ്മയും അഥവാ നഫി ചെയ്യുന്ന ലമ്മയും എന്ത് ചെയ്യുന്നു? മുലാരി ആയിഫീലിന് ജസ്മ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചത് രണ്ടെണ്ണം കൂടിയായി. അപ്പം നഹിയുടെ ലാ അത് ലാമല്ല, ലാ അന്നാഹിയ. അപ്പോൾ പിന്നെ അമ്രിൻ്റെ ലാമുൽ അമ്രിൻ്റെ ലാമ് ലമ്മ് ലമ്മ. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ ലമ്മയും ലമ്മും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ലമ്മും ലമ്മയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഒന്ന് ലമ്മ എന്താണ്, മറ്റേ ലമ്മ എന്നാണ്. ഒന്നിൽ അലീഫുണ്ട്, മറ്റേ അലീഫില്ല, ഷെദ്ദുണ്ട്, അതൊന്നുമല്ല. അർത്ഥത്തിലൊരു വ്യത്യാസമുണ്ട്. എന്താണത്? ലം തദ്റുസ്, നീ പഠിച്ചില്ല. എപ്പോൾ പഠിച്ചില്ല? നീ പഠിച്ചില്ല, മാദ്രസ്ത അല്ലേ. ലം തദ്റുസ് എന്ന് പറഞ്ഞാൽ മാദ്രസ്ത. നീ പഠിച്ചില്ല, ഒരാളെ പഠിച്ചില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഇന്നലെ പഠിച്ചില്ല, മിഞ്ഞാന്ന് പഠിച്ചില്ല, അങ്ങനെയൊക്കെ ആവാം അല്ലേ. ഇതുവരെ പഠിച്ചില്ല, അങ്ങനെയും ആവാം. പക്ഷെ ലമ്മ വന്നാൽ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെ ഉള്ള നഫി നിലനിൽക്കുന്നു എന്നതാണ്. നോക്കൂ നിങ്ങൾ, അന്നഫിയു ഇലാ സമനി തക്കല്ലും, സംസാരിക്കുന്ന സമയം വരെ നഫി നിലനിൽക്കുന്നു. നഫി പറഞ്ഞാൽ നിഷേധം. അപ്പം എന്താണ്? വലമ്മാ തദ്റുസ്, നീ ഇതുവരെ പഠിച്ചില്ല. അപ്പോൾ ഈ ഉറങ്ങിയായിരുന്നു, ഇതുവരെ നീ പഠിച്ചിട്ടില്ല. വലമ്മാ തദ്റുസ്, അത്രയാണ് അതിൻ്റെ വ്യത്യാസമുള്ളൂ. ഞാൻ ഉദാഹരണം പറയുമ്പോൾ ഒന്നും കൂടി വേണമെങ്കിൽ വ്യക്തത വരുത്തിത്തരാം. ഒന്നുമല്ല, ലം തദ്റുസ്, നീ പഠിച്ചില്ല എന്നേ ഉള്ളൂ. അത് ഇതുവരെ ആവാം, കുറച്ച് മുമ്പാവാം, പിന്നെ എങ്ങനെയൊക്കെ ആവാം. വ്യാപകമായ അർത്ഥം നഫിയാണ് ചെയ്യുകയാണ്, മാലി മംഫിയാണ്. ഇതങ്ങനെ ചെയ്യുകയാണെങ്കിലും ഇത് ഈ സംസാരിക്കുന്ന സമയം വരെ. അപ്പോൾ ലം തദ്റുസ് സുമ്മ ദറസ്ത എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഇത് പഠിച്ചില്ല പിന്നെ പഠിച്ചു, അത് പറ്റൂല. അതേസമയം ലം തദ്റുസ് സുമ്മ ദറസ്ത പറ്റും. ലമ്മാ തദ്റുസ് സുമ്മ ദറസ്ത അത് പറ്റൂല. ഇതുവരെയും പഠിച്ചില്ല പിന്നെ പഠിച്ചു എന്ന് പറയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴാണ് പറഞ്ഞത് അതുവരെ നഫി ചെയ്യുമ്പോഴാണ് ലമ്മ ഉപയോഗിക്കുക. ഇനി അതിൽ വേറെ ഉദാഹരണങ്ങളും നമുക്ക് വേണമെങ്കിൽ പങ്കുവെക്കാം ഇൻഷാ അല്ലാഹ്. നമ്മൾ മറ്റു ഉദാഹരണങ്ങൾ പറയുമ്പോൾ പറയാം. അടുത്തത് ലിതദ്റുസ് ഞാൻ പറഞ്ഞു. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പം ലമ്മയും
ലമ്മ നഫി ചെയ്യുന്ന ലമ്മയും ലാമുൽ അമ്രും മുലാരിയായ ഫീലിനിക്ക് ജസ്മ് ചെയ്യുന്നു ഒരു മുലാരിയായ ഫീലിനിക്ക്. അതാണ് നമ്മൾ പഠിച്ച പുതിയ പാഠം. നേരത്തെ പഠിച്ചതിൽ നിന്ന് കൂടുതലുണ്ട്. ഈ ലമ്മ നഫി ചെയ്യുന്നു എന്ന് ലമ്മ പോലെയാണെങ്കിലും സംസാരിക്കുന്ന സമയം അന്നഫി ഇലാസമനി തക്കല്ലും ഇസ്തമിറു ഇലാസമനി തക്കല്ലും നമ്മൾ സംസാരിക്കുന്ന ഈ സമയം വരെ, വർത്തമാന കാലം വരെ അത് നിഷേധം നിലനിൽക്കും എന്നാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. അത് അമ്ര ഞാൻ പറഞ്ഞില്ല, മുലാരിയിൽ നിന്നായിരുന്നു തദ്റുസു എന്നത് അമ്രിലേക്ക് മാറി. മായന മുലാരിയുടെ മായൻ എന്തായി? അമ്രിലേക്ക് മാറി. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പാഠത്തിലേക്ക് വരൂ. പാഠമാണ്. പാഠപുസ്തകത്തിൽ പുസ്തകം പലർക്കും കിട്ടിയിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് അല്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന് കിട്ടും. ജവാസിമുൽ ഫീൽ മുലാരി അൽ അദവാത്തുല്ലത്തി തജ്സിമു ഫീലൻ വാഹിദൻ. അതാണ് ഒന്ന്. അപ്പോൾ രണ്ടുണ്ട്. രണ്ട് മുലാരിയായ ഫീലിക്ക് ജസ്മ ചെയ്യണം. നമ്മൾ അന്ന് പഠിച്ചതിൻ്റെ ബാക്കി കുറച്ചധികം വരാനുണ്ട്. പക്ഷേ സമയമുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ അത് കൈകാര്യം ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജവാസിമുൽ ഫീൽ മുലാരി അൽ അദവാത്തുല്ലത്തി, അടയാളങ്ങൾ തജ്സിമു ഫീലൻ വാഹിദൻ, ഒരു മുലാരിയായ ഫീലിക്ക് ജസ്മ ചെയ്യുന്ന അടയാളങ്ങളാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് നമ്മൾ പുസ്തകത്തിലൂടെ വരികയാണ്. ഖായിദയിലേക്ക് വരുന്നു. ആയത് ശ്രദ്ധിക്കുക. മിനൽ അദവാത്തില്ലത്തി തജ്സിമു ഫീലൻ മുലാരിയൻ, ഒരു മുലാരിയായ ഫീലിക്ക് ജസ്മ ചെയ്യുന്ന അടയാളങ്ങളിൽ പെട്ടതാകുന്നു ഫീലൻ മുലാരിയൻ വാഹിദൻ. എന്ത്? ലമ്മയും ലാമുൽ അമ്രും. വൽ ഊല, ഒന്നാമത്തേതാണ് ലമ്മ. തുഫീദു നഫിയ കലം, ലമ്മ പോലെ തന്നെ നഫി എന്ന അർത്ഥം നമുക്ക് നൽകുന്നു. രണ്ടും നഫിയാണ്. പക്ഷേ ഗൈറ അന്നഹു എന്ന് പറഞ്ഞാൽ പക്ഷേ എന്നാണ് അർത്ഥം. ഗൈറ അന്ന നഫിയ ബിഹ, പക്ഷേ ലമ്മ എന്നത് കൊണ്ടുള്ള നഫി, നിഷേധാത്മകമായ ആ പ്രയോഗം ഉണ്ടല്ലോ, നിഷേധിക്കുക, അത് യസ്തമിറു ഇലാ സമനി തകല്ലുമി, നമ്മൾ ഇപ്പോൾ വർത്തമാനകാലം വരെ സംസാരിക്കുന്ന സമയം വരെ അത് നിലനിൽക്കുന്നു. അപ്പോൾ ഇതുവരെ എന്നർത്ഥം കിട്ടും. ഏത് കൊടുത്താൽ? ലമ്മ കൊടുത്താൽ. അപ്പോൾ എന്നുള്ള ലമ്മയല്ല കേട്ടോ, നഫിയുടെ ലമ്മയാണ് നമ്മൾ പറയുന്നത്. വസാനിയ, രണ്ടാമത്തത് തജ്അലുൽ മുദാരിയ മുഫീദൻ ലിൽ അംരി, മുദാരിയനെ എന്താക്കുന്നു? അമ്രിൻ്റെ മായന കൊടുക്കുന്നു. കാരണം യദുർസു പഠിക്കും, അല്ലെ പഠിക്കുന്നു, തദ്റുസു നീ പഠിക്കുന്നു, തലഹക്കു നീ ചിരിക്കുന്നു, അപ്പോൾ തലഹക്ക് ചിരിക്കും, ലിയലഹക്ക്. ഓക്കെ, അപ്പം എന്തായി? മുദാരിന് അമ്രിൻ്റെ അർത്ഥം നൽകി. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ശരിക്കും മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ പഠിച്ച പാഠം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിലേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ ഈ ഉദാഹരണത്തിലൂടെ നമുക്ക് വ്യക്തമാവുമെന്നാണ് വിചാരിക്കുന്നത്. ലമ്മു ലമ്മയും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഖബറൽ ഗുലാമു വലമ്മ യതഹദബ്, കുട്ടി വലുതായി. വലമ്മ യതഹദബ്, ഇതുവരെ സംസ്കാര സമ്പന്നനായില്ല. സ്കൂൾ മദ്രസയിൽ ചേർത്തിട്ടുണ്ടാവില്ല, അപരിഷ്കൃതനാണ്. വലമ്മ യതഹദബ്, അപ്പോൾ ലം എന്ന് കൊടുക്കാൻ പറ്റൂല? പറ്റും. ഖബറൽ ഗുലാമു വലം യതഹദബ് എന്ന് പറഞ്ഞാൽ അവൻ സംസ്കാരനായില്ല. ഇതുവരെ ആവാം, കുറച്ച് മുമ്പാവാം, എങ്ങനെയാവാം. ലമ്മിൻ്റെ അർത്ഥം എന്താകുന്നു? ഒന്നും കൂടി വ്യാപകമാകുന്നു നഫി ചെയ്യുന്നത്. ലമ്മ വരുമ്പോൾ അത് ഇതുവരെ, ഈ വർത്തമാനകാലം വരെ അവൻ എന്തായില്ല, അവൻ്റെ നഫി നിലനിൽക്കുന്നു, അവൻ സംസ്കാര സമ്പന്നനായില്ല. ഇതുവരെ അങ്ങനെ സംഭവം ഉണ്ടായില്ല. അപ്പോൾ കുട്ടി പോയി, കുട്ടിയെ കാണാനില്ല. വലം യാവൂദ് ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. വലം യാവൂദ് മടങ്ങി വന്നിട്ടില്ല. ഇതുവരെ ആവാം, അല്ലാതിരിക്കാം. പക്ഷേ വലമ്മ യാവൂദ് എന്ന് പറഞ്ഞാൽ അവൻ ഇതുവരെ മടങ്ങി വന്നില്ല എന്ന് വരും. ചില സന്ദർഭത്തിൽ ലമ്മ കൊടുക്കുന്നിടത്ത് ലമ്മ കൊടുക്കാൻ പറ്റില്ല. സെൻറ്റൻസിൽ ഇപ്പോൾ ഏതെങ്കിലും ഭാഗം നമ്മൾ മാറ്റേണ്ടി വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഇന്നലെ എന്തായി, ഈ കളിക്കളത്തിലേക്ക് പോയി. എങ്ങനെ പറയാം? ദഹബന ഇലൽ മൈദാനി അംസി, പോയിട്ടില്ല എന്നാണെങ്കിൽ എങ്ങനെ പറയും? ലമ്മിട്ടിട്ട് ലം നദ്ഹബ് ഇലൽ മൈദാനി അംസി, അല്ലേ? മൈതാനത്തേക്ക് നമ്മൾ ഇന്നലെ പോയില്ല. അവിടെ ലമ്മ കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. അഥവാ ലമ്മ നമ്മൾ കൊടുത്താൽ അംസി ഒഴിവാക്കണം. കാരണം ലമ്മയുടെ അർത്ഥം എന്താണ്? ഇതുവരെ എന്നാണ്. അപ്പോൾ എങ്ങനെ പറയും? ലമ്മ നദ്ഹബ് ഇലൽ മൈദാനി, മൈതാനിലേക്ക് എന്തായാലും പോയില്ല, ഇതുവരെ പോയില്ല. പിന്നെ അംസി പറ്റൂല. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ള, ഇപ്പോൾ അംസി പോലെ അൽ ബാരിഹ, തലേന്ന് രാത്രി. അങ്ങനെ ചുരുക്കത്തിൽ പാസ്റ്റിൽ തന്നെ മറ്റൊരു സമയത്ത് തീരുന്ന ഒരു വല്ല വാക്കും അതിൻ്റെ കൂടെയുണ്ടെങ്കിൽ അംസി എന്ന ഉദാഹരണത്തിന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ലമ്മ മാത്രമേ പറ്റുകയുള്ളൂ, ലമ്മ പറ്റുകയില്ല. കാരണം ഈ ലമ്മ എന്ന് പറയുമ്പോൾ ഇതുവരെ എന്നർത്ഥം കിട്ടും. ലമ്മിൻ്റെ കൂടെ ലം നദ്ഹബ് ഇലൽ മൈദാൻ, മൈതാനിയിലേക്ക് നമ്മൾ പോയില്ല. അവിടെ ലമ്മ നദ്ഹബ് പറ്റും, ഇതുവരെ പോയില്ല എന്നാവും. ലമ്മാവുമ്പോഴോ ഇതുവരെ ആവാം, കുറച്ച് മുമ്പാവാം, എങ്ങനെയാവാം. പക്ഷേ അംസി കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്യണം? അംസി ലമ്മിയും കൂടെ മേച്ചാവൽ. എന്തുകൊണ്ട്? ഇന്നലെ എന്ന് പറയുന്നു ആ പാസ്റ്റ് ടെൻസിനെ ഒരു നിശ്ചിത സമയത്ത് അവിടെ കട്ട് ചെയ്തു. മറ്റേത് ഈ സമന തക്കല്ലുമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ഉദാഹരണത്തിലേക്ക് വരൂ. അടുത്ത ഉദാഹരണം ശ്രദ്ധിക്കുക ബോർഡിൽ.
ഉണ്ടോ? ദഹബ റസൂൽ വലമ്മാ യഊദ്, ഇതുവരെ മടങ്ങി വന്നില്ല. നമ്മ എന്ത് ജസ്മ് ചെയ്തു? ഓക്കെ, ലമ്മാ യസ്കുൻഹു ബനൽ അമീർ ഖസ്റൻ വലമ്മാ യസ്കുൻഹു. അമീർ എന്ത് ചെയ്തു? കൊട്ടാരം പണിതു അല്ലേ? ഇതുവരെ താമസിച്ചിട്ടില്ല. നമുക്കതുപോലെ പറയാം. അപ്പോൾ ചുരുക്കത്തിൽ ഇതുവരെ എന്നൊരു പദം അവിടെ ഉപയോഗിക്കാതെ തന്നെ സംസാരിക്കുന്ന സമയം വരെ നഫി ചെയ്യണമെങ്കിൽ നമ്മൾ ലമ്മയെ ഉപയോഗിക്കണം. അപ്പോൾ നമുക്കത് മനസ്സിലാവും. ലമ്മാവുമ്പോൾ അത് മനസ്സിലാവില്ല. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, ചിലപ്പോൾ അല്ലാതെ ഇരിക്കാം. ഒക്കെ പൊതുവായിട്ട് ചെയ്തില്ല കഴിഞ്ഞ കാലത്ത് എന്ന് ലമ്മിൻ്റെ അർത്ഥമുള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ച ലമ്മയായപ്പോൾ എന്ത് ചെയ്തു? അതിനൊരു ഒരു ഒരു അതിർവരമ്പ്, സംസാരിക്കുന്ന സമയം വരെ എന്ന് നമ്മൾ പറയും. അതിൽ ഉൾക്കൊണ്ടു, ആ മായന നഫി അതിൽ ഉൾക്കൊണ്ടു എന്നർത്ഥം. ത്വാബസറു വലമ്മായ ഹസുദ്, ഇതുവരെ എന്തായില്ല? വലം ത്വാബസ്, കൃഷി നന്നായി. ഹസദ് അല്ലേ? ഹസദ് ഇതുവരെ എന്തായില്ല? കൊയ്തെടുക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ ഹസുദ് അവൻ കൊയ്തില്ല. കുഴപ്പമില്ല. ഇനി കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത് പറഞ്ഞ എന്താണ്? അമ്ര അല്ലേ? അമ്രും ബില്ലാം എന്ന് നമ്മൾ പഠിച്ച അമ്ര ഗായിബ് അഥവാ അമ്രും ബില്ലാം. ലിതജ്തനിബി കസ്റത്തൽ മിസാഹ്, വല്ലാത്ത തമാശ. എല്ലാം തമാശ പറയാത്തൊരു സുഖമില്ല. കാര്യം പറഞ്ഞിടത്ത് കാര്യം പറയണ്ടേ? അനുശോചനത്തിന് ഒന്ന് കാട് തമാശ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ? ലിതജ്തനിബ്, നീ വെടിയൂ. ഇജ്തനിബ് എന്ന് പറയുന്നതിന് പകരം അവൾ വെടിയട്ടെ എന്നും വേണമെങ്കിൽ പറയാം. അവൾ അവിടെ പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ മതി. ലിതജ്തനിബി കസ്റത്തൽ മിസാഹ് ഖിതാബാണ്. അമ്രുബില്ലാം കസ്ർ ചെയ്തു മുലാരിയായ ഫീലിനിക്ക്. നീ അമിതമായ തമാശ ഒഴിവാക്ക്. ലിയഫ്തഹ് അലിയുൻ നാഫിദ, അലി ജനൽ തുറക്കട്ടെ. തുറക്കാൻ വേണ്ടി പറയാൻ ഗായിബാൻ. മലയാളത്തിൽ അങ്ങനെ ചിലപ്പോൾ നമ്മളങ്ങനെ വിശാലമായി ഉപയോഗിച്ചണമെന്നില്ല, പക്ഷേ ഉപയോഗിക്കണമെന്നില്ല. അറബിയിൽ ഗായിബായ ആളോടും കൽപ്പനയുണ്ട്. ഖുർആനിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ലിയുത്തുഖിൻ കുല്ലു ഇൻസാനിൻ അമലഹു, ഉണ്ടോ? ഓരോരുത്തരും തൻ്റെ ജോലി നന്നാക്കുക, ഭദ്രമാക്കുക, ഉഷാറാക്കുക. അപ്പോൾ ഒക്കെ എന്ത് ചെയ്തു? അമ്രും ബില്ലാം, അതായത് അമ്രിൻ്റെ ലാമ് മുലാരിയാഫീലിന് ജസ്മ് ചെയ്തു എന്നാണ്. യുവക്കിർ സഗീറുക്കും സഗീറുക്കും കബീറക്കും അല്ലേ? ചെറിയ ആളുകൾ വലിയ ആളുകൾ എന്ത് ചെയ്യട്ടെ? ആദരിക്കട്ടെ, അല്ലെങ്കിൽ ബഹുമാനിക്കട്ടെ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇത് ഇവിടെ തീർന്നു. മറ്റേ പാഠം കൂടെ പറയാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് തൽക്കാലം ഇൻഷാ അല്ലാഹ് ഇതിനെ തുടർന്ന് അടുത്ത പാഠം പ്രതീക്ഷിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി പഠിക്കാനുള്ള തൗഫീഖ് നൽകുമാറാട്ടെ. വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ പഠിച്ച നഫി ചെയ്യുന്ന അക്ഷരങ്ങളുണ്ടായിരുന്നു 3 ഏതാണ്? ലം, പിന്നെ ല അന്നാഹിയ, പിന്നെ ഇൻ വേറെ കാറ്റഗറിയാണ്. അതിനാണ് അടുത്ത ക്ലാസ്സിൽ വരുന്നത്. ഈ ലം ല എന്നതിലേക്ക് കൂടെ ഒരു ലമ്മിനൊരു ലമ്മയും ലാ എന്നതിനൊരു ലാമും വന്നു. നെഹിയുടെ ലായായിരുന്നു, ഇപ്പോൾ അമ്രിൻ്റെ ലാമ് വന്നു. ലമ്മിൻ്റെ കൂടെ ലമ്മ വന്നു. അതിനാകെ ലമ്മും ലമ്മയും തമ്മിലെ വ്യത്യാസം എന്താണ്? സമനത്തക്കല്ലും അഥവാ സംസാരിക്കുന്ന സമയം വരെ നഫി നിലനിൽക്കുന്നു. ഇതേ നമ്മുടെ വ്യത്യാസമുള്ളൂ. അപ്പോൾ സാധാരണ ഇത് മുലാരിയായ ഫീൽ നമുക്കിത് ഉപയോഗിക്കാം. അർത്ഥത്തിൽ മാറ്റങ്ങളുണ്ടാകും. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ വിഷയത്തിൽ കിതാബിൽ, പ്രത്യേകിച്ച് നമ്മുടെ തർബിയയിൽ നമ്മൾ ടെക്സ്റ്റ് നോക്കുക. ഒരു പാഠം ഭാഗിച്ചു കൊടുത്തോളൂ പലർക്കും. എവിടെയാണ് അമ്രും ബില്ലാം ഉപയോഗിച്ചത്, ലമ്മ ജസ്മ് ചെയ്തതുണ്ടോ ഇല്ലേ നമ്മൾ കണ്ടെത്തി അടിവരയിട്ട് ഉസ്താദ്മാർക്ക് കാണിച്ചു കൊടുത്താൽ ഇത് നിങ്ങൾക്ക് ശരിക്ക് കൃത്യമായി പഠിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.